ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻ സർവീസ് എഡ്യൂക്കേഷനെ പറ്റിയാണ്. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പേര് പറയുന്ന പോലെ തന്നെ എല്ലാ പ്രോഗ്രാംസും ദാറ്റ് ആർ ഓർഗനൈസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓർഗനൈസ് ചെയ്ത എല്ലാ പ്രോഗ്രാമും ദാറ്റ് ഇസ് ഇൻറ്റൻഡഡ് ടു ഇൻക്രീസ് സ്കിൽസ്, കോമ്പിറ്റൻസീസ് ആൻഡ് വർക്ക് പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഇൻ എ പ്രസൻറ്റ് ജോബ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പ്രസൻറ്റ് ജോബിലിരിക്കുന്ന ഒരാൾക്ക് അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കിൽസും കോമ്പിറ്റൻസീസും അതുപോലെ തന്നെ വർക്ക് പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പറയാം. ഹാംലിൻ ഡിഫൈൻ ദാറ്റ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ പ്ലാൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ഓർഗനൈസ്ഡ് ബൈ ദ എംപ്ലോയർ ഓർഗനൈസ്ഡ് ബൈ ദ എംപ്ലോയർ to the employees to improve the knowledge and skills to accomplish the specific purpose of organization. ഓർഗനൈസേഷൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിൻ്റെ നോളജും സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമാണ് എന്ന് പറയുന്നത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഇസ് എ പ്ലാൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി, പ്ലാൻ ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റിയാണ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവരുടെ നോളജും സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഏതൊരു പ്രോഗ്രാമിനും ഏതൊരു പ്രോസസ്സിലും എന്തുണ്ടാകും, ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എംപ്ലോയി ബേസ്ഡ് ആൻഡ് ഓർഗനൈസേഷൻ ബേസ്ഡ് രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എംപ്ലോയിക്ക് വേണ്ട ഒബ്ജക്റ്റീവ്സും ഉണ്ട്, ഓർഗനൈസേഷന് ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സും ഉണ്ട്. എന്താണ് എംപ്ലോയിയുടെ ബേസ്ഡ്? അവരുടെ ഒരു പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അവർക്ക് കുറച്ചുകൂടെ അറിവും സ്കില്ലും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ വർക്ക് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചാലോ. ഒന്നാമത്തത് അവരെ മോട്ടിവേറ്റ് ചെയ്യും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അവരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യും, അവരുടെ വർക്ക് പെർഫോമൻസ് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ അവർക്ക് എന്ത് ഉണ്ടാകും, അവർക്ക് കുറേ അവരുടെ സ്കിൽസ്, നോളജ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക് ആൻഡ് വർക്ക് സെറ്റിങ്സ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ കോമ്പിറ്റൻസസ് മെയിൻറ്റെയിൻ ചെയ്യാനും അക്വയർ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേഷ്യൻസിന് ഡെലിവറി ചെയ്യുന്ന നഴ്സിംഗ് സർവീസിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും, ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ പ്രൊമോഷൻ. അപ്പം നല്ല രീതിയിലുള്ള പേഴ്സണൽ പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടായി, നല്ല കോമ്പീറ്റൻ്റ് ആയി, ക്വാളിറ്റി നഴ്സിംഗ് സർവീസ് ഒക്കെ ഡെലിവർ ചെയ്തു. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ അക്വേർഡ് ആൻഡ് ഇംപ്രൂവ്ഡ് കോമ്പീറ്റൻസീസ് ഒക്കെ ആകുമ്പോൾ സമയത്ത് പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാണ് എംപ്ലോയി ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ നോളജ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. വർക്ക് സെറ്റിങ്സിനകത്തുള്ള വർക്ക് ആൻഡ് വർക്ക് സെറ്റിങ്സിലേക്കുള്ള സ്കിൽസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് നോളജ് ഇൻക്രീസ് ചെയ്യും. അവരുടെ അക്വയർ മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ദെയർ കോമ്പീറ്റൻസീസ്, അവരുടെ കോമ്പീറ്റൻസീസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അവരുടെ വർക്ക് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പം ദേ ആർ മോട്ടിവേറ്റഡ് ടുവേർഡ്സ് ഡു ദ വർക്ക്. അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മോട്ടിവേറ്റഡ് ആകുന്ന സമയത്ത് അവർക്ക് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകും. അങ്ങനെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻക്രീസ് ചെയ്യും, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അങ്ങനെ എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ പ്രൊമോഷൻ ആൻഡ് ഇറ്റ് ഈസ് ഏബിൾ ടു ഡെലിവർ ദ ക്വാളിറ്റി നഴ്സിംഗ് സർവീസസ്. നെക്സ്റ്റ് ഓർഗനൈസേഷൻ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് അത് കുറയും. അതായത് നല്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാഫ് കോമ്പീറ്റൻ്റ് ആണ്, സ്കിൽഡ് ആണ്, അല്ലെങ്കിൽ അത്യാവശ്യം നോളജബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട വരത്തില്ല. അപ്പോൾ ഡിക്രീസ് സ്റ്റാഫ് ടേൺ ഓവർ. അപ്പോൾ ഒന്നാമത്താണ് ക്വാളിറ്റി ആയിട്ടുള്ള പേഷ്യൻ്റ് കെയർ കൊടുക്കുന്നു, രണ്ടാമത്തെ ടേൺ ഓവർ ഓഫ് ദ സ്റ്റാഫ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബെറ്റർ വർക്ക് എഫക്റ്റീവ്നെസ്, അവർ ചെയ്യുന്ന വർക്കിൻ്റെ എഫക്റ്റീവ്നെസ് ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആൻഡ് ലോങ് ടേം ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ മീറ്റ് ചെയ്യാൻ പറ്റും. ഇതിലാണ് ഓർഗനൈസേഷൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ രണ്ട് ഹെഡിങ്സിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു. ഇനി ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഏതൊക്കെ ഏരിയാസിലാണ് വേണ്ടതെന്നുള്ളത്. ഇനി ആസ് എ പാർട്ട് ഓഫ് എനി പ്രോഗ്രാം ഓഫ് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് നമുക്ക് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ പറ്റും. എന്താണ് ഓറിയൻറ്റേഷൻ. നമ്മൾ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആസ് പാർട്ട് ഓഫ് എനി പ്രോഗ്രാം ഓഫ് ദ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് ഏതൊരു പ്രോഗ്രാമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ സെറ്റാക്കാൻ പറ്റും. ഓറിയൻറ്റേഷൻ, ഓഫീസിൽ സ്കിൽ ട്രെയിനിങ് ഓർ ടെക്നോളജിക്കൽ ട്രെയിനിങ്ങിൻ്റെ സമയത്ത്, പിന്നെ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിൻ്റെ സമയത്ത്, സേഫ്റ്റി ട്രെയിനിങ്ങിൻ്റെ സമയത്ത്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഓൺ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്, ഈ ടൈമിലൊക്കെ നമുക്ക് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റാക്കാൻ പറ്റും. അപ്പം എനി പാർട്ട് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ സെറ്റാക്കാൻ പറ്റും. എന്തൊക്കെയാണ്, ഓറിയൻറ്റേഷൻ ഉണ്ടായിരിക്കും, മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും, പിന്നെ സേഫ്റ്റി ട്രെയിനിങ്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഓൺ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്, ഇവിടെയൊക്കെ സ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ ടെക്നിക്കൽ ട്രെയിനിങ്, ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആസ്പെക്ട്സിലൊക്കെ നമുക്ക് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് മോസ്റ്റ് കോമൺ ഐഡൻറ്റിഫൈഡ് ഏരിയാസ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ്,
in healthcare management techniques for nursing administrators and care in the emergency of all specialty staff nurses and education technology for nurse education. നേഴ്സ് എഡ്യൂക്കേറ്റേഴ്സ് അത്യാവശ്യം വലിയ ഹോസ്പിറ്റലിലൊക്കെ നേഴ്സ് എഡ്യൂക്കേറ്റേഴ്സ് കാണും. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ICUലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നഴ്സസ് ഇല്ലേ, അവർക്ക് എമർജൻസി കെയർ അത് ഇമ്പ്രൂവ്ഡ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എമർജൻസി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് മാനേജ്മെൻറ്റ് ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. എഡ്യൂക്കേറ്റേഴ്സ് മാനേജേഴ്സിനും ഒക്കെ അവരുടെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹെൽത്ത് കെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് ബാക്കിയുള്ള ബേസിക് സ്റ്റാഫിനും എമർജൻസി കെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് എമർജൻസി സ്റ്റാഫിനുമാണ് എയ്ഡ് സർവീസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് മെയിനായിട്ട്. പിന്നെ അടുത്ത ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അവരെങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത്. ട്രെയിനിങ് റെഫേഴ്സ് ടു ലേണിംഗ് എക്സ്പീരിയൻസസ് പ്രൊവൈഡഡ് ടു ഇംപ്രൂവ് പെർഫോമൻസ് ഓൺ ദ പ്രസന്റ് ജോബ്. അതായത് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രസൻറ്റ് ജോബിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് ആയിട്ട് കൊടുക്കും. അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു വില്യം ജി ടോപ്പറി, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് സ്കിൽസ്, ഹാബിറ്റ്സ്, നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ എംപ്ലോയീസ് ടു ഇൻക്രീസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എംപ്ലോയീസ് ഇൻ ദിയർ പ്രസൻറ്റ് പൊസിഷൻസ് ആസ് വെൽ ആസ് പ്രിപ്പയർ ദം ഫോർ ഫ്യൂച്ചർ പോസ്റ്റ്. അതായത് ഇപ്പോൾ പ്രസൻറ്റ് പൊസിഷനിലിരിക്കുന്നവരുടെ അവരുടെ നോളജ്, ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഹാബിറ്റ്സും സ്കിൽസും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ എംപ്ലോയീസിൻ്റെ ആ ഒരു പ്രസൻറ്റ് പൊസിഷനിലുള്ള എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ പോസ്റ്റിന് വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ട്രെയിനിങ് എന്നാണ് ആര് പറഞ്ഞത്, വില്യം ജി ടോപ്പി പറഞ്ഞത്. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ട്രെയിനിങ് എന്തെന്ന് പറഞ്ഞു. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്, പക്ഷേ വിച്ച് ഇസ് അൺറിലേറ്റഡ് ടു ജോബ് ആയിരിക്കും. മറ്റേത് റിലേറ്റഡ് ടു ജോബാണ് ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുമല്ല നമ്മൾ പ്രസൻറ്റ് ജോബിൻ്റെ എന്തുവാണ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേണിംഗ് ബൈ ഡൂയിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്, പക്ഷേ അൺറിലേറ്റഡ് ടു ദ ജോബ് ആയിരിക്കും. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പ്രസൻറ്റ് പൊസിഷനിൽ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇറ്റ് ഈസ് എ ലേണിംഗ് സ്കിൽസ് ആയിരിക്കും. അവിടെ ലേണിംഗ് സ്കിൽസ് ആണ് കൊടുക്കുന്നത്. നമ്മളുടെ രണ്ടിടത്തും ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തെങ്കിൽ ഇവിടെ എഡ്യൂക്കേഷൻ നമ്മൾ ലേണിംഗ് സ്കിൽസ് ആണ് കൊടുക്കുന്നത്. എന്നാൽ ഫ്യൂച്ചർ കരിയർ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ പുതിയ റെസ്പോൺസിബിലിറ്റീസും അസൈൻമെൻറ്റ്സും എന്താണ് കറണ്ട് ജോബിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. അതായത് ഫ്യൂച്ചർ കരിയറിലേക്കുള്ള ഡെവലപ്മെൻറ്റ്, അവിടുത്തെ ഫ്യൂച്ചർ കരിയറിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോഴത്തെ പ്രസൻറ്റ് കരിയറിലെ പുതിയ റെസ്പോൺസിബിലിറ്റീസ് അസൈൻമെൻറ്റ്സോ എങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇത്രയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, നമുക്ക് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ വഴി എന്തൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻ ടേംസ് ഓഫ് അവരുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, പിന്നെ കുറേ അതർ പേഴ്സണൽ ക്വാളിറ്റീസിനൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. നല്ല പേഴ്സണാലിറ്റി ഒരു നഴ്സിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയാണ്. നല്ല ആറ്റിറ്റ്യൂഡ്, നല്ല ബിഹേവിയർ ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള അതർ പേഴ്സണൽ ക്വാളിറ്റീസ്. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണൽ മാത്രമല്ല പ്രൊഫഷണൽ അത് ഹെൽപ്പ് ചെയ്യും. ദ വേരിയസ് വേസ് ഓഫ് ഡെവലപ്പിംഗ് ഇൻഡിവിജ്വൽസ് പേഴ്സണൽ, അതായത് ഓരോ ഇൻഡിവിജ്വലിനെയും പേഴ്സണലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ടേക്കിംഗ് കെയർ ഓഫ് ഹെൽത്ത് ഓഫ് ദ സ്റ്റാഫിൻ്റെ ഹെൽത്ത് നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. പിന്നെ ഇംപ്ലിമെൻറ്റിങ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നല്ലൊരു ബിഹേവിയറും നല്ലൊരു പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ നല്ല ആറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ടാവണം, നല്ല പേഴ്സണൽ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ സ്റ്റാഫിൻ്റെ ഹെൽത്തിനെ നമ്മൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യണം. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സുകൾ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് നമ്മൾ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കുറേ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യണം. പിന്നെ റീഡിങ് ഹാബിറ്റ്സ് അവരിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. അവരുടെ സോഷ്യൽ ഗ്യാതറിങ്സ് ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇൻഫോർമൽ മീറ്റിംഗ്സ് സ്റ്റാഫുമായിട്ട് ആക്കണം. അപ്പോൾ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ കൗൺസിലിംഗ് എക്സെട്ര. അപ്പോൾ അവരുടെ ഹെൽത്തിൻ്റെ കാര്യം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ അവരുടെ സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് നമ്മൾ നോക്കണം. പിന്നെ അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. റീഡിങ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അവർക്ക് സോഷ്യൽ ഗ്യാതറിങ്സും ഇൻഫോർമൽ ആയിട്ടുള്ള മീറ്റിംഗ്സ് വിത്ത് സ്റ്റാഫും അതുപോലെ തന്നെ എന്തെങ്കിലും കൗൺസിലിംഗ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക. അടുത്തത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് പേഴ്സണൽ ക്വാളിറ്റീസ് പഠിച്ചു. ആ പേഴ്സണൽ ക്വാളിറ്റീസ് എങ്ങനെ നിലനിർത്താം അല്ലെങ്കിൽ എങ്ങനെ അത് മേക്ക് ചെയ്തെടുക്കാം, ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഓൾറെഡി പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇറ്റ് ഈസ് കൺസേണിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റാഫ് പ്രൊഫഷണലി. അത് മെയിനായിട്ടും പ്രൊഫഷണലി ആ ഒരു സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ടും പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ് ആ ഒരു വ്യക്തി ആ ഒരു
സ്റ്റാഫ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ് ഫോളോ ചെയ്താൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യത്തുള്ളൂ. കുറേ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ മെത്തേഡ്സ് ഉണ്ട് പ്രൊഫഷണലി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് പ്രൊഫഷണലി നമ്മൾ ഗ്രോ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ച് പഠിച്ചു അല്ലേ? പ്രൊഫഷണൽ ഗ്രോത്തിന് നമ്മൾ എങ്ങനെയാണ് ഇൻഫോർമലി ആൻഡ് ഫോർമലി നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാം ആദ്യം നമ്മൾ ലേണിംഗ് നീഡ്സിനെ അസസ് ചെയ്തതിന് ശേഷം ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മൾ ഇതാക്കുക. പിന്നെ അതിനനുസരിച്ചുള്ള ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. പിന്നെ കുറേ അഡിക്കേറ്റഡ് ആയിട്ടുള്ള സൂപ്പർവൈസറി ഇതുണ്ടായിരിക്കണം. അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അഡിക്കേറ്റഡ് ആയിട്ടുള്ള സൂപ്പർവിഷൻ വേണം. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണം, കോർഡിനേഷനൊക്കെ വേണം. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും സൂപ്പർവൈസറി ഇൻ സർവീസ് എഡ്യൂക്കേഷനൊക്കെ അവരുടെ നീഡ് അനുസരിച്ചൊക്കെ ക്രിയേറ്റ് ചെയ്തതൊക്കെ നമുക്കൊരു ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ പ്രൊഫഷണൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അവരെന്ത് ചെയ്തിരിക്കണം, പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ് എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയാണ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. രണ്ട് രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് എനിക്ക് ഇൻ സർവീസ് എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്നത്. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആണ്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ഇനി നമ്മൾ ട്രെയിനിങ് വേഴ്സസ് ഡെവലപ്മെൻറ്റ്. എന്താണ് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? നമ്മൾ അതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് അക്വയർ ചെയ്യുകയാണ് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. എന്താണ് ഇവിടെ രണ്ടിടത്തും ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടുകയാണ്. പക്ഷേ പ്രസൻറ്റ് ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ജോബ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടുപേർക്കും അതിൻ്റെതായ പർപ്പസ്, ട്രെയിനിങ്ങിനും ഡെവലപ്മെൻറ്റിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ടായിരിക്കും. അതിനകത്ത് ട്രെയിനിങ്ങിന് പർപ്പസ് അതിനകത്ത് എന്താണ് ഓരോ ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ദ നോളജ്, അതുപോലെ തന്നെ ഇനിഷ്യേറ്റീവ് ഇൻ ലേണിങ്, സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, ഗോൾ, കണ്ടന്റ്, ടൈം ഫ്രെയിം, ഇതൊക്കെ എന്താണ് ലേണിംഗും ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം എന്തിനാണ് ലേണിങ്ങും ട്രെയിനിങ് ഡെവലപ്മെൻറ്റും എന്തിനാണ്, അതിൻ്റെ പർപ്പസ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എത്രത്തോളം ആ പേഴ്സണൽ ആ ഒരു ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്ങിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഡെപ്ത് ഓഫ് നോളജ്, ഇതിലൂടെ എത്രത്തോളം ഡെപ്ത് ഓഫ് നോളജ് കിട്ടി. പിന്നെ ഓരോന്ന് പഠിക്കാനുള്ള ഇനിഷ്യേറ്റീവ്, പിന്നെ എഡ്യൂക്കേഷൻ്റെ സ്കോപ്പ്, ഗോള്, കണ്ടന്റ്, അതുപോലെ ടൈം ഫ്രെയിം, ഇതൊക്കെ എന്താണ് ട്രെയിനിങ്ങിനും ഡെവലപ്മെൻറ്റിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ട്രെയിനിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് എംപ്ലോയീസിനും ഓർഗനൈസേഷനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി, എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് ലെവലും അതുപോലെ തന്നെ അവർക്ക് കരിയർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എഫിഷ്യൻസി, അവരുടെ പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസും എഫിഷ്യൻസിയൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കരിയർ ഗോൾസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അവരുടെ പെർഫോമൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയും കരിയർ ഗോൾസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, അതിലൂടെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ വർക്ക് ഔട്ട്പുട്ട്, അവർ ചെയ്യുന്ന വർക്ക് ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിനെ എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും റാപ്പിഡ് ആയിട്ടുള്ള ടെക്നോളജിനെ കുറിച്ചും കെയറിനകത്ത് വരുന്ന ചേഞ്ചസിനെ കുറിച്ചും എപ്പോഴും കീപ് എംപ്ലോയീസ് അപ്ഡേറ്റിംഗ്, അവർക്ക് അപ്ഡേറ്റഡ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കെയറിനെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും നോളജിനെ കുറിച്ചും ഡെവലപ്മെൻറ്റിനെ കുറിച്ചും കെയറിനെ കുറിച്ചും ഒക്കെ അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എംപ്ലോയീസിനെ എപ്പോഴും മൊബൈലാക്കിയിട്ട് ആക്റ്റീവായിട്ട് വേഴ്സറ്റൈലായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ജോബിനകത്ത് എപ്പോഴും ഒരു മൊബൈലും ആക്റ്റീവ് വേഴ്സറ്റൈലും ആയിരിക്കും. പിന്നെ അവർ മെറ്റീരിയൽസും സപ്ലൈസും എക്യുപ്മെൻസും ഒക്കെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സ്കില്ല് കൂട്ടുമ്പോഴത്തേക്കും എക്യുപ്മെൻസും മെറ്റീരിയൽസും സപ്ലൈസും ഒക്കെ നല്ല രീതിയിൽ ഫുൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മിസ്റ്റേക്ക്, എറേഴ്സ്, അതുപോലെ തന്നെ കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദ സ്റ്റാഫ് ആൻഡ് ഓൾസോ ദ മെമ്പേഴ്സ് ഓഫ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ഓൾസോ പേഷ്യൻറ്റും ബൈസ്റ്റാൻഡറും അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ജോബ് സാറ്റിസ്ഫാക്ഷനും അതിൽ വളരെ കൂടുതലായിരിക്കും, ടേൺ ഓവർ വളരെ കുറവുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്, ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ്, അവരെ പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് അവരുടെ കുറേ ക്വാളിറ്റീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ക്വാളിറ്റീസാണ്? അവരുടെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ കൂട്ടാൻ പറ്റും. അങ്ങനെ അവരുടെ പെർഫോമൻസ് ലെവലും കൂട്ടാൻ പറ്റും. അവരുടെ കരിയർ ഗോൾസ് പെട്ടെന്ന് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവർക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, എഫക്റ്റീവ്നെസ് കൂട്ടാൻ പറ്റും. പിന്നെ എന്താണ്, നമുക്ക് എഴുതാമല്ലോ കുറേ കാര്യങ്ങൾ.
പിന്നെ എന്താണ് അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യും. മെറ്റീരിയൽസ് എക്യുപ്മെൻറ്റ് സപ്ലൈസിനെ മര്യാദയ്ക്ക് ഫുൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ വർക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് എപ്പോഴും അവരെ മൊബൈലും ആക്റ്റീവും വെഴ്സറ്റൈലും ആക്കി മാറ്റാൻ പറ്റും. ജോബ് സാറ്റിസ്ഫാക്ഷൻ ടേൺ ഓവർ കുറയും. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യും, ടേൺ ഓവർ കുറയ്ക്കും. നല്ലൊരു റിലേഷൻഷിപ്പ് എമംഗ് ദ സ്റ്റാഫ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡൽട്ട് ലേണിംഗ്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡൽട്ട് ലേണിംഗിനനുസരിച്ച് വേണം നമ്മൾ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കൊണ്ടുപോകാനായിട്ട്. എന്താണ് ഒന്നാമത് സെൽഫ് ഡയറക്റ്റിംഗ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്, പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസ്, പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് reinforcement, principle of feedback, spaced learning, whole learning, active practice, principle of orientation to learning, പ്രിൻസിപ്പിൾ ഓഫ് റെഡിനെസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കൊളാബറേഷൻ, റെസിപ്രോസിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയുന്നത് നമ്മൾ അഡൽട്ട് ലേണിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്. ഒരു മോട്ടിവേഷൻ വേണം, അതുപോലെ തന്നെ സെൽഫ് ഡയറക്റ്റിംഗ് ആയിരിക്കണം. നമ്മൾ സ്വന്തമായിട്ട് തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് സ്വന്തമായിട്ട് തന്നെ സെൽഫ് ഡയറക്റ്റിംഗ് ആയിരിക്കണം. ലേണിംഗ് ബൈ ഡൂയിങ് ആയിരിക്കണം. റിലവൻസ് അനുസരിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ സെൽഫ് ഡയറക്റ്റിംഗ് വേണം, മോട്ടിവേറ്റിംഗ് വേണം, റിലവൻസ് വേണം, അതുപോലെ തന്നെ എന്താണ് ലേണിംഗ് ബൈ ഡൂയിങ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ അടുത്ത പഠിച്ചത് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം. റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം. സ്പേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആയിരിക്കും, ഹോൾ ലേണിംഗ്. പിന്നെ ആക്റ്റീവ് പ്രാക്ടീസ്, ഓറിയൻറ്റേഷൻ ടു ലേണിംഗ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് റെഡിനെസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കൊളാബറേഷൻ, റെസിപ്രോസിറ്റി. നെക്സ്റ്റ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നതും ഓറിയൻറ്റേഷൻ ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കേട്ടോ. അപ്പം ഇത് വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. അപ്പം പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.